രാജ്യത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ നടന്ന യുദ്ധമാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ്. പാകിസ്ഥാന്റെ 5 F-16 വിമാനങ്ങളടക്കം 10 യുദ്ധവിമാനങ്ങൾ തകർത്തു. പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിക്കുകയായിരുന്നു. ഇതുവരെ കണ്ട യുദ്ധങ്ങൾ പോലെ ആയിരിക്കില്ല ഭാവിയിലേതെന്നും എയർ ചീഫ് മാർഷൽ എ പി സിംഗ് വ്യക്തമാക്കി. All the three services, the Army, Navy, Air Force assets being merged together, the air defense assets, the counter UAV assets, and everything working under one combined control of IACCS. It worked out to be a game changer, and under that they were almost not allowed to any freedom to do anything. And our long-range SAMs, the long-range SAMs that we had procured recently and operationalized, that again, turned the table on them. അച്യുതനുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. അച്യുതൻ, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്? ഇപ്പോൾ അച്യുതൻ നേട്ടങ്ങളെ പറ്റി വിവരിക്കുകയായിരുന്നു വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ്. അദ്ദേഹം ഈ കാര്യവുമായി ഓപ്പറേഷൻ സിന്ദൂറുമായി പറഞ്ഞത് രാജ്യത്തിന്റെ ചരിത്രത്തിൽ കൃത്യമായ ലക്ഷ്യത്തോടെ നടന്ന ഒരു യുദ്ധമാണ് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ദൗത്യം. കൃത്യമായ ലക്ഷ്യത്തോടെയാണ് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. കുറഞ്ഞ സമയം കൊണ്ട് തന്നെ ലക്ഷ്യം നേടി എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ വെടിനിർത്തലിനായി സമീപിക്കുകയായിരുന്നു. ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന യുദ്ധം നീണ്ടുപോകുമ്പോഴും ഓപ്പറേഷൻ സിന്ദൂർ കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷ്യം കണ്ട് അവ അവസാനിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു. ഒപ്പം തന്നെ 3 സേനകളുടെയും ആ സമന്വയത്തിന്റെ പ്രതിഫലനമായിരുന്നു ഈ ദൗത്യം എന്നുകൂടി അദ്ദേഹം വിശേഷിപ്പിച്ചു. വരുന്ന ഭാവിയിൽ ഈ യുദ്ധതന്ത്രങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാകും എന്നും വ്യോമസേനാ മേധാവി പറയുകയാണ്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ 5 F-16 യുദ്ധവിമാനങ്ങൾ ഇന്ത്യ തകർത്തു എന്ന് വീണ്ടും വ്യോമസേനാ മേധാവി പറഞ്ഞു. ഹങ്കറിലടക്കം ഉണ്ടായിരുന്ന വിമാനങ്ങളടക്കം 10ലധികം വിമാനങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി ഇന്ത്യയുടെ തിരിച്ചടിയിൽ പാകിസ്ഥാന് നഷ്ടമായി എന്നുകൂടിയാണ് അദ്ദേഹം പറഞ്ഞത്. ശരി, അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.